നമ്മുടെ അമീർ ഒതുക്കുങ്കലിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ്, ഇറാൻ്റെ ക്രൂരതകളും അനിലിൻ്റെ അല്പത്തരങ്ങളും എന്ന് പറയുന്നൊരു വീഡിയോ ക്ലിപ്പ് എനിക്ക് കുറേ പേരിങ്ങനെ അയച്ചു തന്നു. അമീർ, ഞാൻ അറിഞ്ഞില്ല അമീർ വിസ്ഡംകാരനാണെന്ന്. ഇപ്പോഴെനിക്ക് മനസ്സിലായത് അമീർ വിസ്ഡംകാരനാണെന്ന്. ഏതാണ്ട് 10-50 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ അമീർ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതിലാദ്യം എന്നെക്കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. അമീറിന് എൻ്റെ ചിരിയുടെ ബ്ലാ 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 ബ്ലായും ആ ചിരിയൊക്കെ കേട്ടിട്ട് അമീർ ഭയങ്കര അസ്വസ്ഥമാകുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ അമീറെ, എൻ്റെ ചിരി എത്ര സന്തോഷത്തോടെ ആസ്വദിച്ച ഒരാളാണ് അമീർ. എന്തെല്ലാം വിഭവങ്ങൾ ഞാൻ സുന്നികളെ പറഞ്ഞപ്പോൾ അമീർ എനിക്ക് തന്നിട്ടുണ്ട്, അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അമീറിന് എൻ്റെ ആ ചിരി, നമ്മൾ സാധാരണ പറയില്ലേ ഈ മിൽമയുടെയൊക്കെ പരസ്യം പോലെ, കേരളം കണി കണ്ടുണരുന്ന നന്മ ആണ് എൻ്റെ ചിരി എന്ന് അമീർ സന്തോഷപൂർവ്വം എത്രയോ ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും അമീറും ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു. അമീർ ഈ പറഞ്ഞ പോലെ അമീർ ഒരു നല്ല മനുഷ്യനാണ്. അമീറിന് ആകെ ഉള്ളത് ഈ സംഘടനാ വിരോധം മൂത്തിട്ട് അമീറിന് ഇഷ്ടമല്ലാത്ത സംഘടനകളെ ഞാൻ പറയുമ്പോൾ അമീർ അത് നന്നായി ആസ്വദിക്കും. അമീറിന് ഇഷ്ടപ്പെട്ടവരെ ഞാൻ പറയുമ്പോഴാണ് അമീർ ഈ ബ്ലാ 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 എന്നൊക്കെ എന്നെ പറയുന്നത്. എൻ്റെ വാട്സപ്പിൻ്റെ ഫോൾഡർ എടുത്ത് നോക്കിയാൽ ഒരു പക്ഷേ അമീർ അയച്ച ഒരുപാട് സന്ദേശങ്ങൾ കാണും. ആ സന്തോഷം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഏതായാലും അമീർ 10-58 മിനിറ്റുള്ള ആ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആദ്യം മുതലേ ആവർത്തിച്ച് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. അത് ഇവർക്ക് എന്താണത് മനസ്സിലാകാത്തതെന്ന് എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. ഒരുപാട് ആളുകൾക്കത് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വിസ്ഡത്തിൽപ്പെട്ട പല അനുയായികൾക്കും മനസ്സിലായിട്ടുണ്ടാകും. സാമാന്യ ജനങ്ങൾക്ക് ഒത്തിരി പേർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഭവം ഈ സുന്നിയാണോ ഷിയയാണോ ജൂതരാണോ ക്രിസ്ത്യാനികളാണോ സ്വർഗത്തിൽ പോകുന്നതെന്നുള്ള ഒരു മത്സരമല്ല. അവിടെ നടക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ മറ്റൊരു രാജ്യം കടന്നാക്രമിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ആ വിഷയത്തിൻ്റെ സിലബസ് അല്ല ഇവരാരും പറയുന്നത്. അപ്പോൾ അമീർ ഒതുക്കുങ്കൽ ഒരുപാട് ഇങ്ങനെ ഇറാൻ്റെ ക്രൂരതകൾ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ സംഗതികളൊക്കെ വെച്ച് ഇങ്ങനെ ദീർഘമായി ഇങ്ങനെ പറഞ്ഞു പോവുക. പക്ഷേ ഈ അമീർ ഇങ്ങനെ കിടന്ന് പറയാതെ ഈ അമീറും വിസ്ഡത്തിലെ കുറച്ച് 4-5 മുതലാളിമാരും പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നെങ്കിൽ വളരെ കൃത്യമായി പറയണം, ഇറാൻ വളരെ അധാർമികവും ശരിയല്ലാത്തതും അനിസ്ലാമികവുമായ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ആ സംസ്കാരത്തിലുള്ള രാജ്യമായതുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണത്തിൽ അവർ ഈ ഭൂമുഖത്തിൽ നിന്നില്ലാതാകുന്നതാണ് ഇസ്ലാമിന് നല്ലത് എന്ന് ഖണ്ഡിതമായി അങ്ങോട്ട് പറയണം. അതിനു പകരം ഈ എന്താ പറയുന്നത് പകരം ഈ അടി കൊണ്ട് ഉപരോധത്തിൽപ്പെട്ട് വലഞ്ഞ് ജീവിക്കാൻ കഴിയാതെ രൂപയുടെ മൂല്യവും ഇടിഞ്ഞ് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ ദീനീ പശ്ചാത്തലം വിശദീകരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, എനിക്കത് അമീറിൻ്റെ ഈ ബഹളമൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയതില്ല, മരണവീട്ടിൽ ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഈ മരണവീട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ചല്ലേ പറയേണ്ടത്? മരണവീട്ടിൽ എന്താ ചെയ്യേണ്ടത്? ആ യുദ്ധത്തിലെ സംഭവം എന്താണ്? അതല്ലേ പറയേണ്ടത്? അതിന് പകരം അവിടെ വേറൊരു തീം വെച്ച് ഭയങ്കരമായ നമ്മുടെ മൈക്കിൾ ജാക്സൻ്റെ ബ്രേക്ക് ഡാൻസ് അവിടെ കളിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഈ വിസ്ഡംകാർ കുറേ പേര് കിടന്ന് ഇങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത ബ്രേക്ക് ഡാൻസ് അതിന് പറ്റാത്തൊരു വേദിയിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടി, ഗുസ്തി മത്സരം നടക്കുന്ന വേദിയിൽ എന്താ പറയുന്നത്, പിന്നെ മാപ്പിളപ്പാട്ട് പാടുന്നത് പോലെ നിങ്ങൾ അതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് യുദ്ധമാണ്. ആ യുദ്ധത്തിലെ ശരിയും തെറ്റുമാണ് വിഷയം. പക്ഷേ അമീർ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതാണ് ഒന്നാമത്തെ എൻ്റെ പോയിൻറ്റ്. അത് ഞാൻ ആവർത്തിച്ച് പറയുക, ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അൽ ജസീറയുടെയോ BBC-യുടെയോ പിന്നെ ഫോക്സ് ന്യൂസിൻ്റെയോ ഒക്കെ അടിയിൽ ചെന്ന് നോക്കിയാൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്തമായ എന്താ പറയുന്നത്, ഇവർ പറയുന്ന ഒരു സാധനമുണ്ടല്ല, അക്കീതകളിൽ ജീവിക്കുന്നവർക്കെല്ലാം ഈ ഇഷ്യൂ എന്താണ് എന്നുള്ളത് അവർ വളരെ സ്പെസിഫിക്കാണ്. അവരുടെ കമൻറ്റുകൾ വായിച്ച് നോക്കിയാലൊക്കെ നമുക്കത് കാണാൻ പറ്റും. പക്ഷേ ഈ വിസ്ഡംകാർക്ക് 5-6 പേർക്ക് ഇതുവരെ ഇത് മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും ഇതിനകത്ത് സുന്നി ഷിയായും തപ്പുക. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അമീർ ഇതിനകത്ത് ഒത്തിരി വീഡിയോ ക്ലിപ്പുകൾ പലതും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എൻ്റെ അമീറെ, അമേരിക്കക്കാരൻ ഒരു രാജ്യത്തെ ആക്രമിച്ചില്ലാതാക്കാൻ ശ്രമിച്ചാൽ എത്ര വീഡിയോ ക്ലിപ്പ് വേണം? ഐസിസിൻ്റെ എത്രയോ വീഡിയോ ക്ലിപ്പ് ഇറങ്ങി. ഈ ഐസിസും അൽ ഖ്വയ്ദയും ഒക്കെ ആരുടെ സൃഷ്ടിയായിരുന്നു? നിങ്ങളെ വിമർശിക്കുന്ന കുറേ ആളുകൾ പറയുന്നുണ്ട് ഐസിസൊക്കെ സലഫികളായിരുന്നു,
അവരും കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ക്ലിപ്പുകൾ ഇറങ്ങും. ഏത് രാജ്യത്തെയാണോ അവർ ഉന്നം വെക്കുന്നത് ആ രാജ്യത്തെ അപമാനിക്കാൻ വേണ്ടി എന്തെല്ലാം ക്ലിപ്പുകൾ ഇറങ്ങും. പണ്ട് ഈദമീനെ പറഞ്ഞ എന്താ, മനുഷ്യനെ തിന്നുന്ന ആളാന്ന് പറഞ്ഞു. മനുഷ്യനെയാണ് അദ്ദേഹം കഴിക്കുന്നത്. എത്രയോ നല്ലൊരു മനുഷ്യനായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം ജീവിതകാലം മൊത്തം ഇങ്ങ് സൗദി അറേബ്യയിൽ വന്ന് പിന്നെ എന്താ പറയുന്നത് അവിടെ ജീവിച്ച് അവിടെയാണ് മരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അദ്ദേഹത്തിനെ എന്തെല്ലാം ആക്ഷേപിച്ചു. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അമേരിക്ക പറഞ്ഞുണ്ടാക്കിയ എന്താ, ഇറാനിൽ സ്ത്രീകൾക്ക് ആർക്കും യാതൊരു സ്വാതന്ത്ര്യവും നൽകുന്നില്ല. സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഉള്ള സ്ത്രീകളുള്ള രാജ്യം ഇറാനാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇറാനിലാണ് ഈ കാസിം സുലൈമാനിയും അതുപോലെ അവിടുത്തെ നേതാക്കളൊക്കെ മരണപ്പെടുമ്പോൾ സ്ത്രീകളാണ് ആ മയ്യത്തിനെ അനുഗമിച്ചുകൊണ്ട് തിങ്ങി നിറഞ്ഞ് റോഡിലൂടെ സഞ്ചരിക്കുന്നത്, 10,000ങ്ങൾ. അത് ദീനിലുള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് വേറെ വിഷയം. ഇപ്പം നിങ്ങൾ അതിലേക്ക് ദീൻ കൊണ്ടുവരണ്ട. ഇപ്പം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്നാണ് അവിടെ പറയുന്നത്. വല്ല കാര്യമുണ്ടോ? ഈ അടുത്ത സമയങ്ങളിൽ അമേരിക്ക ഈ ഇറാനെ അതിൻ്റെ ഭൂപടത്തിൽ നിന്നും മായ്ച്ചു കളയും എന്ന് പറഞ്ഞ ദിവസം അതിൻ്റെ കൊടിയും ഇറാൻ്റെ പതാകയും ടോർച്ച് ലൈറ്റുമായി ഇറങ്ങി നിന്നത് 10,000കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ്. അതൊന്നും സ്ത്രീ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടാണോ? അതൊക്കെ നറേറ്റീവുകളാണ് അമീറെ. അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വിടുന്ന ക്ലിപ്പുകളാണ് ഒരു രാജ്യത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പം വാദിക്കുന്നത് ഷിയയും സുന്നിയും കൂടെ അല്ല വാദിക്കുന്നത്. ഞാൻ ഷിയായിസത്തിന് വേണ്ടിയല്ല വാദിക്കുന്നത്. ഞാൻ വാദിക്കുന്നത് ഇറാൻ്റെ നീതിക്ക് വേണ്ടിയാണ്. ഇറാൻ്റെ പ്രത്യാക്രമണവും പ്രതിരോധവും അവരുടെ നിലനിൽപ്പിനും വേണ്ടിയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സംഭവം വരുമ്പോൾ അമീറെ, നിങ്ങളൊരു വിയോജന വിദ്വേഷവാദി, ഹലാലായ വിയോജന വിദ്വേഷവാദിയായി നിങ്ങൾ മാറരുത്. അതല്ല ഒരു മുസ്ലിം. എനിക്കിപ്പം അമീറിനെ ഒരാൾ ആക്രമിക്കുമ്പോൾ എനിക്ക് അമീറിൻ്റെ പക്ഷത്ത് നിൽക്കാൻ 2 കാര്യങ്ങൾ മതി. ഒന്ന്, അമീർ ഒരു മനുഷ്യനായിരുന്നാൽ മതി. 2, അമീറിൻ്റെ പക്ഷത്താണ് നീതി എന്നുള്ളത് മതി. അമീർ ആരും ആയിക്കോട്ടെ, അമീർ വിസ്ഡം ഗ്രൂപ്പുകാരനായിക്കോട്ടെ, KNMകാരനായിക്കോട്ടെ, സുന്നിക്കാരനായിക്കോട്ടെ, കാന്തപുരം AP വിഭാഗം ആയിക്കോട്ടെ, എന്ത് വിഭാഗം ആയിക്കോട്ടെ, ഇവിടെയും അതാണ് പോയിൻ്റ്. അങ്ങനെ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിയോജിക്കാൻ 5 കാരണങ്ങളുണ്ടെങ്കിൽ യോജിക്കാൻ 10 കാരണങ്ങളുണ്ടെങ്കിൽ ആ 10 കാരണങ്ങൾ യോജിക്കാനുള്ള തലമുണ്ടെങ്കിൽ അതിനോട് ഐക്യദാർഢ്യപ്പെടുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ആവശ്യം. ഇനി വിയോജിക്കാൻ 5 കാര്യങ്ങളുണ്ട്, പക്ഷേ നീതി എന്ന് പറയുന്ന ഒറ്റ കാര്യം യോജിക്കാനുള്ള ഒരു കോസാണെങ്കിൽ ആ കോസിൻ്റെ പേരിൽ യോജിക്കുക എന്നുള്ളതാണ്, ഐക്യദാർഢ്യപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ന്യായം. അല്ലാതെ അപ്പോൾ കിടന്ന് ഷിന്നിയും സൂയായും മറ്റേതും മറിച്ചേതും ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവസാനമായി ഒറ്റ പോയിൻ്റ് പറയുക, അമീർ ഒതുക്കുങ്കലിനോടും പിന്നെ അതുപോലുള്ള ഇതുവരെ പറഞ്ഞ ഹുസൈൻ സലഫിയോടും മുജാഹിദ് ബാലുശ്ശേരിയോടും എല്ലാവരോടും പറയുക, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അവർ ഇസ്ലാം അല്ലെങ്കിൽ, നിങ്ങളിനി അവർ ഇസ്ലാം അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നതെങ്കിൽ, അവർ ഇസ്ലാം അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, അവരെ ആ ഇസ്ലാമിക പട്ടം നിങ്ങൾ റദ്ദ് ചെയ്യൂ. നിങ്ങളുടെ കയ്യിലുള്ള സൗദി അറേബ്യയോട് പറഞ്ഞ് അവരെ ഇനി മക്കയിലും മദീനയിലും കയറ്റാതിരിക്കൂ. അല്ലെങ്കിൽ അവരെല്ലാം കാഫറുകളാണെന്ന് പ്രഖ്യാപിക്കൂ. നിങ്ങളെന്ത് ബ്ലാബ്ലായായി കാണിക്കുന്നത്? നിങ്ങളെന്ത് ബ്രേക്ക് ഡാൻസായി കളിക്കുന്നത്? ഒരു യുദ്ധം നടക്കുമ്പം ഒരുത്തൻ്റെ ചെറുത്തുനിൽപ്പെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്ന ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഘട്ടത്തിൽ നിങ്ങൾ അതെല്ലാം വിട്ടിട്ട് നിങ്ങൾ എന്ത് ന്യായങ്ങളായി പറയുന്നത്? അപ്പം അതുകൊണ്ട് നിങ്ങളീ പറയുന്നതൊന്നും, അമീർ ഒതുക്കെങ്കിൽ 58 മിനിറ്റ് പറഞ്ഞതൊന്നും ഞാനുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. എൻ്റെ പോയിൻ്റ് വളരെ കൃത്യമാണ്. അത് നിങ്ങളിൽപ്പെട്ട ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഹലാലായ വിദ്വേഷ വിയോജനവാദികൾക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം നിങ്ങളത് അന്വേഷിക്കുന്നവരും അത് മണത്ത് നടക്കുന്നവരുമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ശരിയാക്കാനായി ഇറങ്ങി പുറപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മണത്ത് പല കഷ്ണങ്ങളായി പോവുക. അതിലൊരിപ്പോഴും നിങ്ങൾ എന്താ പറയുന്നത്, ആ മണക്കൽ തുടരുന്നു എന്നുള്ളതാണ് ഈ മണത്ത് ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ അർത്ഥം.